മഴതോരൻ മുമ്പേ സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ ഭാഗത്തിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ മാമച്ചന്റെയും ഗ്രേസാമ്മയുടെയും ഒരേ ഒരു മകന് ആക്സിഡന്റിൽ മരിച്ചുപോയി എന്ന കാര്യം രേവതിക്കുട്ടിയോട് തുറന്നു പറയുന്നുണ്ട്. ആദ്യം രേവതിക്കുട്ടി ഈ കാര്യം ചോദിക്കുമ്പോൾ ഗ്രേസാമ്മ അവളെ വഴക്ക് പറയുന്നുണ്ട്. സങ്കടം കൊണ്ട് വഴക്ക് പറഞ്ഞതാണെന്ന് മാമച്ചനും ഈ കാര്യം അവളോട് തുറന്നു പറയുമ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് വലിയ സങ്കടമാവുകയാണ്. അങ്ങനെ ഗ്രേസാമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ അറിയാതെ ചോദിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവളോട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. അതൊക്കെ ഓർത്തിട്ട് രേവതിക്കുട്ടിക്കാണെങ്കിൽ വലിയ സങ്കടമാവുകയാണ്. മാമച്ചന്റെയും ഗ്രേസ് ആന്റിയുടെയും ഒക്കെ കാര്യം ഓർത്തപ്പോൾ അവൾക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട്. എന്നാലും എന്തിനെ ദൈവം ഇത്രയ്ക്ക് ക്രൂരത അവരോട് കാണിച്ചത്? ഒരേ ഒരു മകനല്ലേ ഉള്ളൂ, അവരെ തിരിച്ചെടുക്കുകയും ചെയ്തു. അവരുടെ സന്തോഷം അതോടുകൂടെ നിന്നു പോയതാണെന്ന കാര്യവും രേവതിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി ആ വീട്ടിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് മാറുകയാണ്. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ വീട്ടിലെ ഒരു റൂം ഏത് സമയം തുറക്കാറ് പോവുകയില്ല. അവിടെ വല്ലപ്പോഴും മാത്രമേ വൃത്തിയാക്കാറുള്ളൂ. ഇന്ന് വരെ രേവതിക്കുട്ടിയാണെങ്കിൽ ആ റൂമിലേക്ക് കയറിയിട്ടുമില്ല. അങ്ങനെ അവൾ ആ റൂം ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് കേട്ടോ, തുറന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അവിടേക്ക് ഗ്രേസാമ്മയുടെയും മാമച്ചന്റെയും ആ മകന്റെയും ഫോട്ടോ മാലയിട്ട് വെച്ചതും അവൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും കക്ഷി. ഏതായാലും ആള് നല്ല സുന്ദരനാണ്. എങ്ങനെയായിരിക്കും മരിച്ചത്? ആക്സിഡന്റിൽ മരിച്ചു എന്നല്ലേ പറഞ്ഞത്? പാവം, എത്ര പെട്ടെന്ന് ദൈവം തിരികെ വിളിച്ചത് എന്നൊക്കെ ഓർത്ത് അവിടെയൊക്കെ നോക്കുന്ന സമയത്താണ് അവിടെ ഒരുപാട് ഡയറികളും ബുക്കുകളും ഒക്കെ കാണുന്നതും എല്ലാം മകന്റേതാണെന്നും മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്നാണ് രേവതിക്കുട്ടിയെ പുറകിൽ നിന്നും ഗ്രേസ് ആന്റി ഒരു വിളി വിളിക്കുന്നത്. ഡി രേവതിക്കുട്ടി, നിനക്ക് എന്താ അവിടെ പണി? നിന്നോട് ആരെ അങ്ങോട്ട് പോകാൻ പറഞ്ഞെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ട് രേവതിക്കുട്ടിയാണെങ്കിൽ അയ്യോ, ഞാൻ ചുമ്മാ വെറുതെ അടഞ്ഞു കിടക്കുന്നത് മുറി കണ്ടപ്പോൾ വൃത്തിയാക്കിയാലോ എന്ന് കരുതി കയറിയതാണെന്ന് പറയുമ്പോൾ വേണ്ട, നീ അവിടെ ഒന്നും കയറണ്ട, അത് വൃത്തിയാക്കുകയും വേണ്ട. അവിടെ ഞങ്ങളുടെ മകന്റെ സുഗന്ധമുണ്ട്. അതെങ്ങാനും നീ അവിടെ കയറി വൃത്തിയാക്കിയിട്ട് അതിന്റെ സ്മെല്ലൊക്കെ പോയിട്ട് പിന്നെ എന്തിനാ ഞങ്ങൾക്ക് അവന്റെ ഓർമ്മ വരുന്ന സമയത്ത് ഞാനും മാമച്ചനും അവിടെ പോയിരിക്കും. അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെയുള്ള പോലെ ഞങ്ങൾക്ക് തോന്നും. നീ അവിടെ കയറണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ റൂമിന്റെ വാതിലടയ്ക്കുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടിയോട് മറ്റെന്ത് ജോലി വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷേ ഈ റൂമിലേക്ക് നീ കയറി പോകരുതെന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ഗ്രേസാമ്മ. അതിനുശേഷം രേവതിക്കുട്ടിയാണല്ലോ തന്റെ ജോലിയിൽ മുഴുകാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ രേവതിക്കുട്ടി ഗ്രേസാമ്മയും മാമച്ചനും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് അവള് റൂമിന്റെ കതക് തുറക്കുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ പണിയില്ലാതെ ഇരിക്കുമ്പോൾ ആ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവൾക്ക് തോന്നുകയാണ്. അങ്ങനെ ആ റൂമിലേക്ക് അവൾ കയറുമ്പോൾ എന്തോ ഒന്ന് അവളെ വലയം ചെയ്യുന്നത് പോലെ ഒരു ആകർഷണം അവൾക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ മേശപ്പുറത്തിരിക്കുന്ന ബുക്സും ഡയറിയും ഒക്കെ അവൾ എടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രേസാമ്മയുടെ മകൻ എഴുതി കുറിച്ചു വെച്ച വാക്കുകളെല്ലാം കാണുമ്പോൾ അതിൽ നിന്നും അവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അയാൾക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ആണ് കേട്ടോ മനസ്സിലാവുന്നത്. അങ്ങനെ രേവതിക്കുട്ടിക്ക് വല്ലാതെ കൗതുകം തോന്നിയിട്ട് അതെല്ലാം ഓരോന്നായിട്ട് എടുത്തു നോക്കുകയാണ്. പെട്ടെന്നാണ് രേവതിക്കുട്ടി ആ ഒരു കാഴ്ച കാണുന്നത്. അവിടെ മേശയ്ക്കരികിലായിട്ട് ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഇരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഉടനെ തന്നെ രേവതിക്കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇയാളുടെ പ്രണയിനിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ആയിരിക്കും, ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും. എന്തായാലും അതൊക്കെ ഞാൻ എന്തിനാ നോക്കുന്നത്? എന്നാലും അവൾക്ക് കൗതുകം അടക്കാൻ കഴിയാതെ ആ ഒരു ലെറ്റർ എല്ലാം തോക്കുന്നുണ്ട്. ആ ഒരു ബോക്സ് തുറന്നു നോക്കുമ്പോൾ അത് നിറയെ കത്തുകളായിരിക്കും കേട്ടോ. അങ്ങനെ അവർ പ്രണയിച്ച സമയത്ത് അവനും ഗ്രേസാമ്മയുടെ മകനും ആ പെൺകുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ച ലെറ്റർ ആയിരിക്കും. അതിലെല്ലാം അവൻ സൂക്ഷിച്ചതെല്ലാം അവളുടെ ലെറ്ററുകളും ആയിരിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് വായിക്കുന്ന രേവതിക്കുട്ടിക്ക് താനൊരു പ്രണയ ലോകത്തേക്ക് നടന്നു പോവുകയാണെന്നും തോന്നുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ വിവാഹ നിശ്ചയിതം ആ ഒരു കത്തിൽ നിന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഒരു വിവാഹ നിശ്ചയത്തിന് ശേഷമാണോ ആ ചേട്ടൻ മരിച്ചുപോയത്? അത് അങ്ങനെയായിരിക്കും. ആക്സിഡന്റ് ഉണ്ടായത് അതുകൊണ്ടാണല്ലോ. ഇത്രയും സന്തോഷകരമായിട്ടെല്ലാം ഈ കത്തുകളിൽ കാണുന്നത് അതെല്ലാം ഓർത്തുകൊണ്ട് തന്നെ ആ ബോക്സ് വീണ്ടും തിരികെ രേവതിക്കുട്ടി അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡയറികളെല്ലാം മറിച്ചു നോക്കുന്ന സമയത്തും അവൾക്കത് മനസ്സിലാവുകയാണ് കേട്ടോ. വിവാഹം ഉറപ്പിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ആ ചേട്ടൻ മരിച്ചുപോയത്. ഒരുപാട് പ്രതീക്ഷയും സന്തോഷത്തോടെയും ആവശ്യത്തോടെയും കാത്തിരിക്കുന്ന ദിവസങ്ങളായിരിക്കുമല്ലോ അത്. പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്ന ദിനങ്ങൾ. എന്നിട്ടും ദൈവം എന്തിനാണ് ഈ ക്രൂരത കാണിച്ചത് എന്നെല്ലാം ഓർത്ത് രേവതിക്കുട്ടിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. പാവം, ആ പെൺകുട്ടി എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും. ആ ചേച്ചിയെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ആ ചേച്ചി ഇപ്പോൾ എവിടെയായിരിക്കും? ഇനിയിപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചു കാണുമോ? ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതി പുട്ടി തുടർന്ന് കഥ കടച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു അവിടെ നിന്ന് ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ താഴെ വീണ് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇതെടുത്ത് വെച്ചില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നിലത്ത് നിന്ന് ആ ലെറ്റർ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിന്റെ കവറെല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ രേവതിക്കുട്ടി വെറുതെ ആ വരികളിലൂടെ എല്ലാം ഒന്ന് കണ്ണോടിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ്
ഞെട്ടലോടെ രേവതിക്കുട്ടി ആ ഒരു സത്യം തിരിച്ചറിയുന്നത്. വിവാഹ നിശ്ചയത്തിന് മുൻപേ തന്നെ അവർ രണ്ടുപേരുടെയും ഒരു കത്തായിരിക്കും കേട്ടോ ഇത്. അതായത് ഗ്രേസാമ്മയുടെ മകൻ പെൺകുട്ടി സ്നേഹിച്ച പെൺകുട്ടി ഗർഭിണിയാണെന്ന് ആ കത്തിലൂടെ രേവതിക്കുട്ടി മനസ്സിലാവുന്നുണ്ട്. ചേട്ടാ, ഞാനിപ്പോ 2 മാസം ഗർഭിണിയല്ലേ, നമ്മുടെ വിവാഹം കഴിഞ്ഞാലും എത്രയും നേരത്തെ പ്രസവിച്ചെന്നോ, കുഞ്ഞിന് വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരൂ. എനിക്കത് ഓർത്തിട്ട് വല്ലാതെ വിഷമമുണ്ട്. എന്നാലും സാരമില്ല, ചേട്ടന്റെ കൂടെയല്ലേ ഞാൻ വരുന്നത്. വിവാഹത്തിന് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ, അതിനു മുൻപേ നമ്മുടെ വിവാഹമാണല്ലോ. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഗർഭിണിയാണെന്ന കാര്യം എനിക്കും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ കാര്യം ആരും അറിയണ്ടട്ടോ. വിവാഹത്തിന് മുൻപേ ഗർഭിണിയാണെന്നൊക്കെ കേൾക്കുമ്പോൾ അവരെന്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാണെന്ന് കരുതും. പക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്ന് പറയുമ്പോൾ ആ കത്തിലൂടെ മനസ്സിലാക്കുന്നതും കുട്ടിക്കാണെങ്കിൽ ആ വാർത്ത വലിയ സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ട്. രേവതിക്കുട്ടിയാണെങ്കിൽ അതിനുശേഷം ആ ലെറ്റർ അപ്പോൾ തന്നെ അവിടേക്ക് മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് താഴെ ഗ്രേസ് ആന്റിയും മാമച്ചനും ഹോസ്പിറ്റലിൽ നിന്ന് വന്നെന്ന് മനസ്സിലാവുകയാണ്. ശേഷം ആശ്ചര്യത്തോടു കൂടിയിട്ട് ആ കത്ത് കാണിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോൾ തൽക്കാലം ഇതിപ്പോൾ കാണിക്കണ്ടേ എന്ന് തോന്നിയിട്ട് രേവതിക്കുട്ടി അത് സെൽഫിൽ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു കൊച്ചമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയാനാ, ഇയാൾ എപ്പോഴും കട്ട് തിന്നല്ലേ, ഇയാളുടെ അസുഖത്തിന് യാതൊരു കുറവുമില്ല, ഷുഗർ കഴിക്കരുതെന്ന് പറഞ്ഞ പലപ്പോഴായിട്ട് നീ തന്നെയല്ലേ പറഞ്ഞത്, അവിടുന്ന് ഇവിടുന്നൊക്കെ മധുരം എടുത്ത് കഴിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാമച്ചാങ്കിളിനോട് പറഞ്ഞതല്ലേ, ഡോക്ടർ പറഞ്ഞതുപോലെ മരുന്ന് കുടിച്ചാൽ ഒരു അസുഖവും ഉണ്ടാവില്ല, ഇനി ജീവിക്കാനുള്ള ആഗ്രഹവും കൊതിയൊക്കെ കൂടും എന്ന് പറയാണ് കേട്ടോ. അപ്പൊ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് രേവതിക്കുട്ടിയോടായിട്ട് അവർ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, രണ്ടുപേരും ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം നീ പറ രേവതിക്കുട്ടി, ഞങ്ങൾ ഇങ്ങനെ സസ്പെൻസിലിടാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുമെന്ന് പറയുമ്പോൾ അതൊക്കെയുണ്ട്, ഇനി നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ ഈ ജ്യൂസ് ഒന്ന് കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് 2 പേർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. എന്നിട്ടും അവർ ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടി ഞങ്ങൾക്ക് വായിലൂടെ ഒന്നും ഇറങ്ങില്ല, നീ എന്താ ഇപ്പൊ സസ്പെൻസ് ഇട്ട് എന്താണെന്ന് അവർ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം വരുന്നത് പോലെ എന്താ നീ ഇങ്ങനെ ഒരു പ്രതീക്ഷയിൽ പറഞ്ഞത് എന്നൊക്കെ വീണ്ടും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയാൻ തുടങ്ങുകയാണ്, മകൻ മരിച്ചു പോയെന്ന്. വലിയ സങ്കടത്തിലല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ മകൻ മരിച്ചു പോയില്ല ഇത് എന്ന് കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ഗ്രേസാമ്മയും മാമച്ചനും ആണെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, നിനക്കെന്താ ഭ്രാന്തായോ, അവന്റെ ജഡം വാങ്ങി ഞങ്ങളല്ലേ ഇവിടെ സംസ്കരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇത് ഇപ്പം മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ വന്ന് ഗ്രേസാമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഗ്രേസാമ്മയാണെങ്കിൽ അത് വായിച്ചത് മാമച്ച ഇത് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവള് ഗർഭിണിയായിരുന്നോ, അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് എവിടെ, പിന്നെ നമ്മൾ അവളെ കുറിച്ച് ഒന്നും അന്വേഷിച്ചത് പോലും ഇല്ലല്ലോ, ആ കുഞ്ഞ് എവിടെയായാലും അവളിപ്പോൾ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാതിരിക്കുമോ, ഒരിക്കലും അവരതിനെ വളർത്താനോ പ്രസവിക്കാനോ നിന്ന് കാണില്ല എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസാമ്മയെ വെറുതെ മനസ്സിലൊരു ആശ കൊടുക്കണ്ട, നിനക്കിത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവളെ കുറിച്ച് അന്വേഷിക്കണം, ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മകന്റെ കുഞ്ഞാണ്, നമ്മുടെ മകൻ ഈ ലോകത്തില്ല, പക്ഷെ അവന്റെ കുഞ്ഞെങ്കിലും ഈ ലോകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ വീട് എവിടെ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അവളുടെ വീട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്രേസാമ്മയും മാമച്ചനും കൂടിയിട്ട് അന്വേഷിച്ചു പോകുന്നുണ്ടെങ്കിൽ അവളെ കുറിച്ച് യാതൊരു അറിവും കിട്ടുന്നില്ല കേട്ടോ. അവരുടെ വീട്ടുകാരാണെങ്കിലും അവർ മാമച്ചനും ഗ്രേസാമ്മയും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ മകൻ കാരനാണ് എൻ്റെ മകൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, അവളാണെങ്കിലും മറ്റൊരു വിവാഹത്തിനും സമ്മതിച്ചില്ല, അവൾ ഇപ്പോഴും ഒരു മാനസിക നില തെറ്റിയ രൂപത്തിലാണെന്ന കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അത് മറ്റാരും ആയിരിക്കില്ല, ഗ്രേസാമ്മയുടെയും മാമച്ചന്റെയും മകൻ പ്രണയിച്ചത് അലീനയുടെ അച്ഛനുണ്ടല്ലോ ലാലിച്ചിന്റെ പെങ്ങളെ ആയിരിക്കും കേട്ടോ. അങ്ങനെ 2 കുടുംബവും ക്രിസ്ത്യാനി കുടുംബവും ആയതുകൊണ്ട് തന്നെ ആ വിവാഹമൊക്കെ എല്ലാവരും കൂടെ അന്തസ്സായിട്ട് തന്നെ നടത്താനായിട്ടും തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷെ അപ്പോഴാണല്ലോ ഗ്രേസാമ്മയുടെ മകൻ ആക്സിഡന്റിൽ മരിച്ചു പോകുന്നത്. മോള് ഗർഭിണിയാണെന്ന് അവരറിഞ്ഞതോടുകൂടി തന്നെ ആ കുഞ്ഞിനെ അവളെ പ്രസവിച്ച ഉടൻ തന്നെ ഒരു അനാഥാലയത്തിലാണ് ഏൽപ്പിക്കുക. അങ്ങനെയാണ് അവൾ മരിച്ചതോടുകൂടി തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അവള്. ആ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ തീർത്തും ഒരു ഭ്രാന്തിയായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. അത് അലീനയുടെ അപ്പച്ചിയായിരിക്കും. ആ യഥാർത്ഥ കുഞ്ഞാണെങ്കിലോ ചിന്നുമോളായിരിക്കും. അവരുടെ പേരക്കുട്ടി മാമച്ചന്റെയും ഗ്രേസാമ്മയുടെയും പേരക്കുട്ടിയാണ് കേട്ടോ അപ്പൊ ചിന്നുമോള്. അങ്ങനെ കുറെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇത് ചിന്നുമോളാണ് മാമച്ചന്റെ പേരക്കുട്ടി എന്ന കാര്യവും, അതുപോലെ അലീന സ്വന്തം അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭ്രാന്തിയായിട്ടുള്ള അപ്പച്ചിയെ കാണുന്നുണ്ട്. അങ്ങനെ അപ്പച്ചിയുടെ ഭ്രാന്തെല്ലാം അവള് പതിയെ അലീന തന്നെയാണ് കേട്ടോ മാറ്റിയെടുക്കുന്നത്. അങ്ങനെ സുഖം പ്രാപിക്കുന്നുണ്ട്. ചിന്നുമോളെ ആണെങ്കിൽ സ്വന്തം മകളെ ഒരു അമ്മ അപ്പച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അലീനയാണെങ്കിൽ
ഒരു ഫോറസ്റ്റ് റേഞ്ചിൽ കൊണ്ടാക്കിയതുപോലെ തന്നെ ചിന്നുമോളെയും അവർ കൊണ്ടുവിട്ടതാണ്. ഓർഫണേജിൽ കൊണ്ടാക്കിയതുപോലെ തന്നെ ചിന്നുമോളെയും അവർ കൊണ്ടുവിട്ടതാണ്. അപ്പോൾ ചിന്നുമോളാണെന്നൊക്കെ പിന്നെ അതിനുശേഷം ലാസ്റ്റ് കുറേ വരുമ്പോഴൊക്കെയാണ് കേട്ടോ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ചിന്നുമോളെ കിട്ടിയതും അവരുടെ ഭ്രാന്തൊക്കെ മാറുന്നുണ്ട്, അവർ പഴയ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് മാമച്ചിൻ്റെയും ഗ്രേസാമ്മയുടെയും കൂടി ആ വീട്ടിലാണ് കേട്ടോ താമസം. ഇപ്പോൾ രേവതിക്കുട്ടി വന്നതോടുകൂടിയാണ് പുതിയൊരു ജീവിതം മാമച്ചനും ഗ്രേസാമ്മയ്ക്കും ഒക്കെ കിട്ടുന്നത്. അതിന് അവളോട് അവർ ഒരുപാട് നന്ദിയും പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് അലീനയുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അലീനയാണെങ്കിൽ ഈ വൈജയന്തിയുടെ വീട്ടിൽ നിന്ന് പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. സ്വന്തം വീടെന്ന് പറയാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവളെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, തൻ്റെ സ്വന്തം മകളാണെന്നൊക്കെ രീതിയിൽ. പക്ഷെ വളരെ ഗൗരവക്കാരനായിരിക്കും. എന്നാലും ആ വീട്ടിലെത്തിയിട്ട് ആ വീട്ടിലെ ഓരോ മുത്തശ്ശന്മാരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അച്ഛനെയും അച്ഛൻ്റെ അമ്മയെയും ഒക്കെ കാണുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടിയാണെങ്കിൽ കത്ത് അറിയിച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗ്രേസാമ്മയുടെ മകൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് തൻ്റെ അപ്പച്ചി എന്ന കാര്യവും മനസ്സിലാകുന്നുണ്ട്. പിന്നീട് 3 വർഷം മുൻപേ ആ കുഞ്ഞിനെ കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിലാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ സ്നേഹനികരണത്തിലാണ് ആക്കിയത് എന്നറിയുന്നതോടുകൂടി അത് ചിന്നുമോൾ ആണെന്ന കാര്യവും അവർക്ക് ബോധ്യമാവുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ മഴതോരും മുംബൈയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്